പ്രണയനിലാഹ മധുരനിലാഹ പ്രണയമെത്രയെത്ര സുന്ദരം. യജ്ജാതി പ്രണയങ്ങളൊക്കെ നമ്മൾ കണ്ടേക്കുന്നു. ഇത് ഒരു ഡിവൈൻ പ്രണയമാണ്. ക്ലാരിറ്റി ഉണ്ടോ? ഒരു പിണ്ണാക്കുമില്ല. ക്ലാരിറ്റി ഇല്ലേ? ഉണ്ട്. എല്ലാത്തിനും ക്ലാരിറ്റി ഉണ്ട്, ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. പലരും ജാസുവിനെ പറ്റി പറയാൻ ഭയങ്കരമായിട്ട് മടിക്കുന്നുണ്ട്. നമുക്ക് ജാസുവിനെ വിടാം, മുല്ലപ്പൂവിലേക്ക് വരാം. മുല്ലപ്പൂ അവിടെ കിടന്ന് കാണിക്കുന്ന കുറേയധികം ഡ്രാമകളുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തവിടെ സംഭവിച്ചാലും പുതപ്പിനടിയിൽ, പ്രത്യേകിച്ച് ഗബ്രിക്കാക്ക കിടന്നുറങ്ങിയ അതേ കട്ടിലിൽ, അതേ പുതപ്പിനടിയിലേക്ക് പോയി. വേറെ അവിടെ എന്ത് ചെയ്തെന്നൊന്നും എടുത്ത് വയ്ക്കരുതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്തേക്ക് ക്യാമറ കയറത്തില്ല. പുറത്തുള്ള ക്യാമറക്കാരനും അവളുമായിട്ട് ഗും സെറ്റപ്പാണ്. അയാൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നു, അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ഫോക്കസ് ചെയ്യുന്നു. എന്താണ് ക്യാമറാമാൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? അച്ഛനെ അമ്മയേക്കാൾ ഉപരി കൂടുതൽ പ്രണയിതാവായ നമ്മുടെ ഗബ്രിക്കാക്കയോട് ജാസു മുല്ലപ്പൂ മൊഴിയാടുകയാണ്. എന്തൊരാടുകയാണ്, മൊത്തത്തിൽ ഒരു ആട്ടം തന്നെയാണ് അതിനകത്ത് നടക്കുന്നത്. അവിടെ എന്തു സംഭവിച്ചാലും ജാസുവിന് ഷെയർ ചെയ്യാൻ മറ്റൊരാളില്ല. ആരോട് സംസാരിക്കാൻ പറ്റാത്ത ജാസു മോൾ. പ്രത്യേകിച്ച് നമ്മുടെ അർജുനോട് സംസാരിച്ചാൽ അർജുനെ അവളെയും വെച്ച് പറഞ്ഞു കളയും. ഇനി ഇത് പോട്ടെ, സിജോയോട് സംസാരിച്ചാൽ സിജോയെ അവളെയും വെച്ച് പറഞ്ഞു കളയും. അഭിഷേകിൻ്റെ അടുത്താണെങ്കിൽ അഭിഷേകിൻ്റെ അടുത്തും പറഞ്ഞു കളയും. പക്ഷെ അഭിഷേക് കുറച്ചുകൂടെ മുൻപോട്ട് ചിന്തിച്ചിട്ട് ഇവളെ അടുപ്പിക്കാറില്ല. ആകെ മൊത്തത്തിൽ ആരോട് സംസാരിച്ചാൽ അവരെ വെച്ച് പറഞ്ഞു കളയും. നമ്മളെന്തായാലും സായിയെ വെച്ച് പറയാറില്ല. അതെന്താണെന്നറിയില്ല. സായി ഒരു വാഴയായതുകൊണ്ടായിരിക്കാം. ഏതായാലും ഈ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഗബ്രിക്കാക്കയുടെ വിധവയായിട്ട് ഇവിടെ അഭിനയിക്കുകയാണ്. സൂപ്പർ റോള് കൊടുത്തിട്ടുണ്ട്. കൊച്ചിൻ്റെ അടുത്ത് ആരാ പറഞ്ഞു കൊടുത്തിരിക്കുന്നു? കപ്രി ജാസു എന്ന് പറയുന്ന ആ പ്രണയം അത് സക്സസ് ആയിട്ടുണ്ട്. പുറം ലോകത്ത് അത് കിട്ടേണ്ട രീതിയിൽ എത്തിയിട്ടുണ്ട്. റോബിൻ ദിൽഷ പ്രണയം പോലെ. ദിൽഷ റോബിൻ പോയപ്പോൾ കാണിച്ച എല്ലാ പേക്കൂത്തുകളും പുള്ളിക്കാരത്തി ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നമുക്കല്ല നാട്ടുകാർക്ക്. പിന്നെ എവിടെ എന്ത് പറഞ്ഞാലും നമ്മളൊരു ഓട്ടം കണ്ടിട്ട് നോക്കും. എന്തിനാണെന്നറിയാമോ? ചുമ്മാ ഇതൊക്കെ അങ്ങോട്ട് എടുക്കുന്നുണ്ടല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ നോട്ടത്തിലുണ്ട് സർവ്വതും. അപ്പോൾ ചേട്ടായി അവരങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്യും, അതങ്ങോട്ട് എടുത്ത് നമുക്ക് കൊണ്ടുവന്നിട്ട്. പക്ഷെ കൊണ്ടുവന്ന് ഇടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് മറ്റൊരു ആംഗിളിലാണ്. അതെന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ചിലപ്പോൾ ക്യാമറ കേടായതുകൊണ്ടായിരിക്കാം, അല്ലയോ ഒരു തരം വല്ലാത്ത പ്രണയം. ഇങ്ങനത്തെ പ്രണയം ഓരോ പെൺകുട്ടികളും കൊപ്പിയടിക്കേണ്ടതാണ്. എന്താ ഇത്? വേണ്ടാന്ന് വെച്ചാൽ ഉടുപ്പൂരി കളയുന്നതാണ് ഊരി കളഞ്ഞിട്ട് അടുത്ത ബന്ധം നോക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം പ്രണയം. എല്ലാവരും പറയുന്നത് പോലെ ഞാൻ പറയത്തില്ല. മുല്ലപ്പൂവിനെ അനുകരിക്കേണ്ടത് പെൺകുട്ടികൾ തന്നെയാണ്. പിന്നെ ആസിഡ് അറ്റാക്കോ കഴുത്തറുത്ത് കൊലയോ അല്ലെങ്കിൽ വിഷം തരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കുറ്റം പറയാത്തില്ല. കാരണം പ്രോമിസൊക്കെ കൊടുത്ത് ഒരുപാട് സ്വപ്നം കണ്ട കുട്ടികൾ അവസാനം ഇതുപോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ അതിശയിക്കേണ്ട കാര്യമില്ലല്ലോ. വെളുത്ത് തുടുത്തൊക്കെ ഇരിക്കുന്ന അലുവ കഷ്ണം പോലെ ഇരിക്കുന്നവർ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്താൽ ഭാവിയിൽ സംഭവിക്കുക ഈ തുടുത്തു വെളുത്തിരിക്കുന്ന സാധനങ്ങളിലൊക്കെ പല രീതിയിലുള്ള അറ്റാക്കുകളും അറുമാതിപ്പൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒരു കുട്ടി പ്രണയിക്കുന്നത് കണ്ടിട്ട് കുശുമാണോ എന്ന് ചോദിക്കുന്നവരാണ്. പ്രണയം എന്താണെന്നെങ്കിലും ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ അന്വേഷിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യുക. മുക്കത്തൊരു കുട്ടിയുണ്ട്, അതൊരു പ്രണയമാണ്. തീവ്രമായ പ്രണയം, നല്ല പ്രണയം. നാറപ്രണയം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, എല്ലാ പ്രണയങ്ങളും നല്ല പ്രണയങ്ങളും ഉണ്ട്. ഇത് കൂടിയ പ്രണയം. ഇതിൻ്റെ മുന്നിൽ വേറൊരു പേരും കൂടെ ചേർക്കും, കാമം എന്ന്. കമ എന്നല്ല, കാമ എന്ന് ചേർക്കണം. അപ്പോൾ പിന്നെ കറക്റ്റായി, പൂർണ്ണമായി. അല്ലാതെ ഇതെന്തൊരു കോക്കനാട്ടടെ 24 മണിക്കൂർ അവൻ്റെ കുപ്പായം, അവൻ്റെ തൊപ്പി, അവൻ്റെ ജട്ടി, അവൻ്റെ കിടക്ക. അവൻ ജനിച്ചപ്പോഴേ അതിനകത്താണോ കിടന്നത്? ആകെ 3 മാസമാണ്. ഇതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു തരം സിനിമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? പക്ക അഭിനയം എന്നതിനപ്പുറം ഒന്നുമില്ല. ഇനിയും ആ വള്ളിക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ പുള്ളിക്കാരത്തി തയ്യാറല്ല. ഇന്നിപ്പോൾ അൻസിബയുടെ അമ്മ വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ അൻസിബയെ ഇത്രയും ആക്രമിച്ചിട്ട് പോലും അമ്മ വന്ന് ആ സപ്പോർട്ട് പറയുമ്പോൾ കെ.ഡി. ജാഫറിനെയും ഫാമിലിയെയും പറ്റിക്കാൻ അവളെ കൊണ്ട് സാധിക്കുമെന്നുള്ള വ്യക്തമായ ധാരണയുള്ള ജാസു ഊറി ചിരിക്കുന്നതും ഞാൻ കണ്ടിരുന്നു. എന്ത് ചെയ്യുമ്പോഴും ക്യാമറയെ ഒരു നോട്ടം നോക്കും. ക്യാമറ എല്ലാം എടുക്കുന്നുണ്ടല്ലോ, ലൊക്കേഷൻ. 3 ക്യാമറ ഞങ്ങളെ ഫേസ് ചെയ്തിരിക്കുമെന്ന് ഗബ്രിക്കാക്ക പറയുന്നിടത്ത് ഗബ്രിക്കാക്കയ്ക്കും ഈ പറയുന്ന ജാസു കുഞ്ഞോൾക്കും അറിയാമല്ലോ തങ്ങളെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുള്ളത്. അറിഞ്ഞുകൊണ്ടും ഇതിനനുവദിച്ചു കൊടുത്തിട്ട് ഈ പേക്കൂത്ത് കാണിച്ച് നമ്മളെ പറ്റിക്കുന്നത് എന്തിനാണോ ആവോ. സ്വയം പറ്റിക്കപ്പെടുന്നതായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? എനിക്കങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളത്. സ്വന്തമായി തന്നെ ഒരു കുഴി ഒഴിച്ച് അതിനകത്ത് കയറി ഇരുന്നിട്ട് ഞാൻ കുഴിയിൽ വീണേ എന്ന് പറയുന്നത് പോലെയല്ലേ ഉള്ളൂ. ഏതായാലും അഫ്സൽ കുക്കായ 8 നിലയിൽ പൂട്ടിച്ചു. ഇനി പുറത്തേക്ക് വന്ന അഫ്സൽ കുക്കായെ കൺവിൻസ് ചെയ്യണമെങ്കിൽ പോലും ഇത്തരം ആക്ടിവിറ്റീസ് എടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന മോള് ഇത് പുറത്ത് അയാളുടെ കയ്യിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു അവസ്ഥയും കൂടെ ചിന്തിക്കണം. റിവേഴ്സിൽ ആലോചിക്കാം. തീവ്ര പ്രണയത്തിലായിരിക്കുന്ന ഗബ്രിക്കാക്ക മറ്റൊരിടത്ത് പോയി ഇതുപോലെ കാണിച്ചാൽ ജാസുമോൾക്ക് എന്ത് ഫീൽ ചെയ്യും?
സെയിം ഫീലിംഗ് തന്നെ പുറത്തുള്ളവനിക്കും ഉണ്ടാകും. ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് പോയി എന്നൊരു കുറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ലവലേശം കുറ്റമില്ല. അതിന് മുമ്പ് പലർക്കും വാക്ക് കൊടുത്തു, എൻഗേജ്മെൻറ്റും കഴിഞ്ഞു, പിന്നീട് ബ്രേക്കപ്പായ മേഡമല്ലേ. ഇനിയും ബ്രേക്കപ്പുകൾ ഉണ്ടാകട്ടെ, അതിലെന്താ തർക്കമിരിക്കുന്നത്? വിവാഹമൊന്നും അല്ലല്ലല്ലല്ലേ അല്ലേ? ഇല്ലല്ലല്ലല്ലല്ലല്ലല്ല. ഏതായാലും ഒരു പാട്ടോട് കൂടി ഞാൻ ഇതങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രണയനില ഹ മധുരനില ഹ പ്രണയം എത്രയെത്ര സുന്ദരം. ഈ ഹാ വരുമ്പോൾ വേറൊരു ലെവൽ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതങ്ങനെ വന്നു പോകുന്നതാണ്. ഞാൻ എന്ത് ചെയ്യാനാ? അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതിൽ അങ്ങനെ വന്നു പോകുന്നതാണ്. നിങ്ങൾ വേണമെങ്കിൽ സഹിച്ചാൽ മതി, നല്ല സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. ബിക്കോസ് മര്യാദയ്ക്ക് പോയിരുന്ന് കണ്ട് അവർക്ക് റേറ്റിംഗ് കൂട്ടി കൊടുക്കുക. ആബിസണ്ണന് കാശെണ്ണി എണ്ണി അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. വിടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയിട്ട് ആബിസണ്ണം കാണിക്കുന്ന അറുമാതിപ്പും അരാജകത്വവും ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുമെന്നതിനപ്പുറം പ്രത്യേകിച്ച് ഒരു പുരോഗമനവും ഇല്ല. ആരും വേസ്റ്റ് ചെയ്യണ്ട. ടൈമുള്ളവർ പോയി വേസ്റ്റ് ചെയ്യൂ, ഇല്ലാത്തവർ മിണ്ടാണ്ട് മാറി കുത്തിയിരിക്കും. ഇതാണ് പ്രണയം. നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട, കുട്ടികൾ കണ്ടുപഠിക്കേണ്ട, എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും തീവ്രമായ അതികഠിനമായ പ്രണയം. കളിയും കാര്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്നാണ് ഇവൻ ചത്തെന്നാണ്. ചത്തവൻ്റെ വൃതവ. ഒരു വെള്ളത്തുണ്ടും കൂടെ കൊടുത്തു വിട്ടാൽ നന്നായിരുന്നു. എ ഡി ജാഫർ വരുമ്പോൾ മകളെ ആ കോലത്തിൽ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാകില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. നിങ്ങളുടെ ആ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പേടിയാണ് കേട്ടോ. ഇപ്പം വരും കേടിയുടെ ആൾക്കാർ, PR ടീം ഉച്ചസ്ഥായിലുള്ള തെറിവിളികളാണ്. കേട്ട് കേട്ട് ഇപ്പം അത് ശീലമായേക്കുന്നു. നിർത്തില്ല ഞാൻ. താങ്ക് യു.